പ്രിയ സുഹൃത്ത് ചിരിച്ച് മരിച്ച് നമ്മുടെ വെള്ളാപ്പള്ളി ഈ പത്രസമ്മേളനത്തിൽ എവിടേക്കോ പോകുമ്പോൾ പത്രസമ്മേളനം കൂടിയിട്ട് എന്തൊക്കെയോ ചോദിച്ച്. അപ്പോൾ പുള്ളി പറയുകയാണ്, എനിക്ക് മലപ്പുറത്തും, പുള്ളിക്ക് വായി തുറന്നാൽ പിന്നെ മലപ്പുറമല്ലേ കിട്ടുള്ളൂ, മലപ്പുറത്തും കാസർഗോഡും കണ്ണൂരൊന്നും ഞങ്ങളുടെ അതായത് അവരുടെ ഒരു സംഘടനയുണ്ടല്ലോ, അതായത് അതിൽപ്പെട്ട സമുദായത്തിലുള്ള ആൾക്കാർക്ക് സ്കൂളില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞപ്പോൾ അത് ജാതിവൽക്കരിക്കുകയാണെന്നുള്ള രീതിയിലാണ് പുള്ളി അവതരിപ്പിക്കാൻ നോക്കിയത്. അപ്പോൾ അതിൽ ഒരുപാട് പത്രക്കാർ വന്നിട്ടുണ്ട്. അതിൽ റിപ്പോർട്ടുകാരന് അല്പം കോമൺ സെൻസ് ബുദ്ധിയുള്ള ആളാണ്. അയാൾ ചോദിച്ചു, നിങ്ങൾക്ക് സ്ഥലം വാങ്ങാൻ കിട്ടില്ലേ എന്ന്. പുള്ളിയോട് അത് ഞങ്ങളുടെ ഈ സ്ഥലമുണ്ട് എന്ന്. ഓക്കെ, നിങ്ങൾക്കത് വെച്ചാൽ പോരേന്ന്. അനുവാദം തന്നിട്ടില്ല അത്. അപ്പോൾ ആരുടെ അനുവാദം വേണമെന്ന്? ആരുടെ അനുവാദം എന്നാ? ഗവൺമെൻറ്റിൻ്റേത്. അപ്പോൾ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയനും വെള്ളാപ്പള്ളിയും മറ്റേ മക്കളെ പോലെയാണല്ലോ മുന്നോട്ട് പോകുന്നത്, എല്ലാവർക്കും അറിയുന്ന കേസല്ലേ. അപ്പോൾ പിണറായി വിജയൻ്റെ ഭരണമല്ലേ ഇവിടെ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് അനുവാദം ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ പുള്ളിക്ക് ദേഷ്യം വന്നിട്ട് എന്താ പറയുക, ഒരു രക്ഷയുമില്ല. അങ്ങ് വെപ്രാളപ്പെട്ടിട്ട് ഈ റിപ്പോർട്ട് ചാനലിൻ്റെ മൈക്കൊക്കെ തട്ടി വിട്ടിട്ട്, നിങ്ങൾ കുറേ ദിവസമായി തുടങ്ങിയെന്നൊക്കെ പെട്ട് ബേജാറടിച്ച് പോവാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ വർഗീയത മാത്രമേ പുള്ളിക്കൊക്കെ തുപ്പാൻ കഴിയുള്ളൂ. പുള്ളിയുടെ സമുദായത്തിന് പോലും ഒരു തേങ്ങയും ചെയ്തു കൊടുത്തിട്ടില്ല, മനസ്സിലായ? അത്രയ്ക്കും മോശപ്പെട്ട രീതിയിലാണ് പുള്ളിയുടെ കാര്യങ്ങളൊക്കെ. ഒരു പാവപ്പെട്ട ഒരു ഹൈന്ദവന്, ഒരു ഹിന്ദു മതക്കാർക്ക് എന്തെങ്കിലും ഒരു സാധനം കൊടുത്തായിട്ട് നിങ്ങൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ? വർഗീയത തുപ്പാനും തിന്നാനും മാത്രമേ വായി തുറക്കുള്ളൂ ഈ വെള്ളാപ്പള്ളിയൊക്കെ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഒന്ന് കേൾക്കുക നിങ്ങൾ. മലപ്പുറത്തുണ്ടോ, വയനാടുണ്ടോ, കാസർഗോഡുണ്ടോ, ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല. ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞു പോയി. സ്ഥലമെല്ലാം ഉണ്ട്, അനുവാദം ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് റിപ്പോർട്ട് കുറെ നാളായി തുടങ്ങിയിട്ട്. ഇതിനും ഭേദം വെള്ളാപ്പള്ളിക്ക് ഭിക്ഷ എടുക്കാൻ പോകുന്നതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളാപ്പള്ളിക്ക് ഇവരുടെ സംഘടനകൾക്ക് അല്ലെങ്കിൽ ഇവരുടെ ആളുകൾക്ക് ഈ സ്കൂളൊക്കെ കെട്ടിക്കൊടുക്കണമെങ്കിൽ ആരെങ്കിലൊക്കെ പിരിവ് കൊടുക്കണം, അല്ലെങ്കിൽ വെറുതെ കെട്ടിക്കൊടുക്കണം. അല്ലാതെ ഇവർ കെട്ടൂല, മനസ്സിലായ? മറിച്ച് ഇവർക്ക് കെട്ടാൻ കഴിവുമില്ല. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, മറ്റുള്ള ആൾക്കാരെ പഴിചാരുകയും ചെയ്യുന്നു. അവർ കെട്ടിത്തന്നില്ല, ഇവർ കെട്ടിത്തന്നില്ല, ഞങ്ങൾക്ക് വെറുതെ അത് തന്നില്ല, വെറുതെ ഇത് തന്നില്ല. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇവർക്കൊക്കെ ആളുകളാണോ, അതായത് ഇനിയിപ്പോൾ ആരായിക്കോട്ടെ, അവരാണോ ഇതെല്ലാം ചെയ്തു കൊടുക്കേണ്ടത്? സ്കൂളായാലും ഇനി എന്ത് തന്നെയായാലും അവരവർ അധ്വാനിച്ച് എല്ലാം കെട്ടി ഉയർത്തി പൊന്തിച്ച് കൊണ്ടുവരിക. അതിന് കഴിവില്ലെങ്കിൽ ഈ ഒരു പരിപാടിക്ക് ഒന്നും നിൽക്കരുത്. അതായത് ഞാൻ വലിയ നേതാവാണ് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു സംഘടനേൻ്റെ മുകളിൽ പോയി ഇരിക്കരുത്, രാജിവെച്ച് പോകണം, മനസ്സിലായി? ആണുങ്ങൾ വന്നിരിക്കും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റ് പറയും.